ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മെറ്റീരിയൽ യുഐന്റെ ടോഗിൾ ബട്ടൺ ആണ്. ടോഗിൾ ബട്ടൺസ് ഒക്കെ നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നതാണല്ലേ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻസിൽ. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അതിനെ ആക്റ്റീവും ഇനാക്റ്റീവും ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബട്ടൺ ഗ്രൂപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് എഡിറ്ററിൽ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഇതൊരു സെറ്റ് ആണ്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യാം. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂ മോഡൽസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ അങ്ങനെ ഒരുപാട് യൂസ് കേസസ് ടോഗിൾ ബട്ടൺ ഉണ്ടല്ലേ. മെറ്റീരിയൽ യുഐ ടോഗിൾ ബട്ടൺ കോമ്പോണന്റും അതിന്റെ പ്രോപ്പർട്ടീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഞാൻ എന്റെ കോമ്പോണന്റ് ഫോൾഡറിന്റെ അണ്ടറിൽ MUI ടോഗിൾ ബട്ടൺ .js എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ഫങ്ഷണൽ കോമ്പോണന്റ് MUI ടോഗിൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കോമ്പോണന്റിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. ടോഗിൾ ബട്ടൺ ഗ്രൂപ്പിനെയും ടോഗിൾ ബട്ടണെയും ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ ആണ് എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ വേർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബട്ടൺ ഗ്രൂപ്പ് ഉണ്ടല്ലേ, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ. ഈ ബട്ടന്റെ എല്ലാം പ്രത്യേകത എന്താ? ഇതൊരു ടോഗിൾ ബട്ടൺ സ്റ്റൈൽ ആണുള്ളത്. അതായത് ഒരു ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ബോൾഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ടെക്സ്റ്റ് ബോൾഡിലേക്ക് സെറ്റ് ആവും. എഗെയിൻ ഒന്നും കൂടി ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ബോൾഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബോൾഡ് പ്രോപ്പർട്ടി ഈ ടെക്സ്റ്റിന് റിമൂവ് ആയിട്ട് റീസെറ്റ് ആവും. അപ്പൊ ഈ സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഒരു ടെക്സ്റ്റ് എഡിറ്ററും ടെക്സ്റ്റും ഒന്നും നമുക്ക് കൊടുക്കണ്ട, പകരം ഈ 3 ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നതും റീസെറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യം ടോഗിൾ ബട്ടൺ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ അകത്ത് 3 ടോഗിൾ ബട്ടൺസ് അല്ലേ ഞാൻ പറഞ്ഞത്, ആ 3 ടോഗിൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ 3 ബട്ടണും ഞാൻ ഐക്കൺ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മെറ്റീരിയൽ യുഐയിൽ ബട്ടൺ കോമ്പോണന്റിന്റെ ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐക്കൺ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്, ഐക്കൺ ബട്ടൺസ്. അപ്പൊ ഇതിന് ബിൽറ്റിൻ ആയിട്ട് ഈ 3 ഐക്കണും ഉണ്ട്. നിങ്ങളുടെ ഡോക്യുമെന്റേഷനിൽ പോയി സെർച്ച് ചെയ്താൽ മതി. അത് 3നെയും ഞാൻ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഫോർമാറ്റ് ഐക്കൺ, ബോൾഡിന്റെ ഐക്കണും അണ്ടർലൈനിന്റെ ഐക്കണും. ടെക്സ്റ്റിന്റെ ക്യാപ്ഷൻ ആയിട്ട് ഞാൻ ഈ ഐക്കൺ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ഫോർമാറ്റ് ബോൾഡ് ഐക്കൺ, ഫോർമാറ്റ് ഇറ്റാലിക്, ഫോർമാറ്റ് അണ്ടർലൈൻഡ് ഐക്കൺ. ഐക്കൺ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ സ്റ്റേറ്റ് മാനേജ്മെന്റ് ആണല്ലേ ചെയ്യുന്നത്. അതായത് ഈ ബട്ടന്റെ സ്റ്റേറ്റ് ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് സെറ്റ് ചെയ്യുവാണ്. സോ നമുക്ക് ഇവിടെ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ടിന്റെ യൂസ് സ്റ്റേറ്റ് ഹുക്ക് വേണം. ഈ ഫസ്റ്റ് യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. എന്നിട്ട് യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്യുവാണ്. ഡീസ്ട്രക്ചറിങ് ചെയ്യുന്നു. ഇവിടെ വേരിയബിൾ ആയിട്ട് ഫോർമാറ്റ് എന്നാണ് കൊടുക്കുന്നത്, സ്റ്റേറ്റ് പ്രോപ്പർട്ടി. അതുപോലെ സെറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ കൊടുക്കുന്നു. ഈ വേരിയബിളിനെ പ്രോപ്പർട്ടി സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്യുക. ഒരു എംപ്റ്റി അറേയാണ് ഞാൻ പാസ് ചെയ്യുന്നത് ഇനിഷ്യൽ വാല്യൂ ആയിട്ട്. കാരണം നമുക്കിവിടെ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. അറ്റ് എ ടൈമിൽ നമുക്ക് ഈ 3 ബട്ടണെയും ആക്റ്റീവ് ആക്കാം, ഇനാക്റ്റീവ് ആക്കാം. സോ ഒരു എംപ്റ്റി അറേ പാസ് ചെയ്യുന്നു. ഇനി ടോഗിൾ ബട്ടൺ ഗ്രൂപ്പിന് പ്രോപ്പർട്ടീസ് അസൈൻ ചെയ്യണം. ഫസ്റ്റ് ഞാൻ വാല്യൂ സെറ്റ് ചെയ്യുവാണ്. വാല്യൂ നമുക്കറിയാം ഈ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ് അതിന്റെ വാല്യൂ. രണ്ടാമത്തത് നമ്മൾ ഇതിനെ ചേഞ്ച് പ്രോപ്പർട്ടീസ് ചെയ്യണം അല്ലെ. അതായത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫോർമാറ്റ് അറേ അപ്ഡേറ്റ് ചെയ്യണം. ചേഞ്ചിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു. ഇനി ഞാൻ ഈ ഫംഗ്ഷനെ ഒന്ന് ഡിഫൈൻ ചെയ്യുവാണ്. ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഹുക്സിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഹുക്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റിയാക്ട് ഹുക്ക്, യൂസ് സ്റ്റേറ്റ് ഹുക്ക് തൊട്ട് എല്ലാ ഹുക്സിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് 2 പ്രോപ്പർട്ടീസ് ആണ് വരിക. ഒന്ന് അതിന്റെ ഇവന്റും, രണ്ടാമത്തത് ന്യൂ ഫോർമാറ്റും. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫോർമാറ്റ് അറേ വന്നിട്ടുണ്ടാവും. ഇനി ഞാൻ ഈ സെറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഈ ന്യൂ ഫോർമാറ്റ് പാസ് ചെയ്യുന്നു, ഇവിടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഓരോ ടോഗിൾ ബട്ടണും നമ്മൾ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ, എന്നാലേ അരയിൽ പോയി സെറ്റ് ആവുള്ളൂ. ഫസ്റ്റ് ഞാൻ ബോൾഡ് എന്നുള്ള ബോൾഡ് തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത്തത് ഇറ്റാലിക്കിന്റെ അതിന് ഇറ്റാലിക്കിന് തന്നെ കൊടുക്കുന്നു. ഫൈനലി അണ്ടർലൈൻഡ് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു.
ഇവിടെ ഇറ്റാലിക്കിന് പകരം ബോൾഡ് തന്നെയായിരുന്നു സെറ്റ് ആയിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ചേഞ്ച് ചെയ്യുവാണ്. ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ അരേ ഡീസ്ട്രക്ചറിങ് ചെയ്തപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം കേർലി ബ്രേസ് ആയിരുന്നു കൊടുത്തത്. അത് മാറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ഈ സ്റ്റേറ്റ് ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിളിനെ ഒന്ന് കൺസോൾ ചെയ്യുവാണ് ഫോർമാറ്റിനെ. app.jsന്റെ ഫയലിൽ വന്നിട്ട് ഈ MUI ബട്ടൺ ടോഗിൾ ബട്ടൺ ഗ്രൂപ്പിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ബ്രൗസറിൽ വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 3 ബട്ടണും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് എടുത്ത് വെക്കുകയാണ്. ബോൾഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബോൾഡ് സെറ്റ് ആയിട്ടുണ്ട്, ഇറ്റാലിക് വന്നിട്ടുണ്ട്, അണ്ടർലൈൻഡ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒന്നും കൂടെ ടോഗിൾ ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ അരയിൽ നിന്ന് കറസ്പോണ്ടിങ് വാല്യൂസ് റിമൂവ് ആവുന്നുണ്ട്. അഗെയിൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോയിൽ കണ്ട പോലെ ഈ ടോഗിൾ ബട്ടൺ ഗ്രൂപ്പിനെ സ്റ്റൈൽ ചെയ്യാം. അതായത് ഇതിന്റെ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. കളറായിട്ട് ഞാൻ വാർണിംഗിന്റെ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. സൈസ് സ്മോൾ സൈസ് ആണ് കൊടുക്കുന്നത്. ഫൈനലി ഓറിയന്റേഷൻ കൊടുക്കാം. അതായത് വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടലി ആണോ ഇത് അലൈൻ ചെയ്യേണ്ടതെന്നുള്ളത്. ബൈ ഡിഫാൾട്ട് ഹൊറിസോണ്ടലി അല്ലേ അലൈൻ ചെയ്തത്. ഞാൻ വെർട്ടിക്കൽ ആയിട്ട് കൊടുക്കുകയാണ്. ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അലൈൻമെന്റ് വെർട്ടിക്കൽ ആയിട്ട് അലൈൻഡ് ആയിട്ടുണ്ട്. സ്മോൾ ഐക്കൺ സെറ്റ് ആയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വാർണിംഗിൽ ആ ഒരു ഓറഞ്ച് കളർ അല്ലേ ആ പ്രീ ഡിഫൈൻഡ് കളർ പാലറ്റിലുള്ളത് അത് വന്നിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പ്രൈമറി സെക്കൻഡറി ഏത് കളർ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്നും കൂടാതെ ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്, എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറ്റ് എ ടൈമിൽ ഈ ബട്ടൺ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ടോഗിൾ ബട്ടണെ ആക്റ്റീവ് ആയിട്ട് വെക്കാൻ പറ്റും. ഇപ്പൊ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാം. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻഡ് എല്ലാ പ്രോപ്പർട്ടീസിനെയും സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ ഒരു യൂസ് കേസ് വരുവാണ്. ചില സമയത്ത് നമുക്ക് അറ്റ് എ ടൈമിൽ ഒരെണ്ണേ വരാവുള്ളൂ. ഒന്നിനെ സെലക്ട് ചെയ്യുമ്പോൾ പ്രീവിയസ് ഏതെങ്കിലും സെലക്ടഡ് ആണെങ്കിൽ അതിനെ ഡീസെലക്ട് ചെയ്തിട്ടല്ലേ ഇത് സെലക്ട് ആവുന്നത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? യൂസ് സ്റ്റേറ്റിന്റെ അരേ മാറ്റിയിട്ട് അതൊരു എലമെന്റ് ആക്കണം അല്ലേ. അതായത് സിംഗിൾ എലമെന്റ് ആയിരിക്കും മറ്റേ ടൈമിൽ ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. എന്നിട്ട് ഇതിന് എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കൊടുക്കുക, എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് എഗെയിൻ ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ട് ചെയ്ത് കൺസോൾ എടുത്ത് വെക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ ബോൾഡ് ഇറ്റാലിക് ക്ലിക്ക് ചെയ്തപ്പോൾ ബോൾഡ് ഡീസെലക്ട് ആയിട്ട് ഇറ്റാലിക് വന്നു. നെക്സ്റ്റ് അണ്ടർലൈൻഡ് വരുമ്പോൾ ഇറ്റാലിക് പോയി. അഗൈൻ ബോൾഡ് വരുമ്പോൾ ആ അണ്ടർലൈൻഡ് പ്രോപ്പർട്ടി ഡീസെലക്ട് ആയിട്ട് ബോൾഡ് സെലക്ട് ആയി. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. എക്സ്ക്ലൂസീവും ഓപ്ഷണൽ ആണ്. സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്